ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ക്ലാസ് റൂം. GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ 2 വീഡിയോകളിലായിട്ട് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം. അതുമായി ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തിയറീസും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സുകളാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സ് ഹാസ് നോട്ട് സബ്സ്യൂംഡ് ഇൻ GST? താഴെ പറയുന്നവയിൽ GSTയിൽ ഉൾപ്പെടാത്ത ടാക്സ് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ബാക്കിയുള്ളതൊക്കെ GSTയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Then next, which is the commodity kept outside the purview of GST? താഴെ പറയുന്നവയിൽ GSTയുടെ പരിധിയിൽ പെടാത്ത കമ്മ്യൂഡിറ്റി ഏതാണ്? GST ഇപ്പോഴും ഇല്ലാത്ത പ്രൊഡക്റ്റ് ഏതാണ്, കമ്മ്യൂഡിറ്റി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പെട്രോളിയം പ്രോഡക്ട്സ് അല്ലെ. അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ് ആണ്. അതിന് GST ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും കൂടെ ഉണ്ട് ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്. അപ്പൊ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിന് യൂണിയൻ ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി ലെവി ചെയ്യാനുള്ള പവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ടേം ഗുഡ്സ് മീൻസ് മൂവബിൾ പ്രോപ്പർട്ടി ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. GSTയില് ഗുഡ്സ് എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പക്ഷെ താഴെ പറയുന്നവയിൽ ഗുഡ്സ് എന്ന മീനിങ്ങിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സെക്യൂരിറ്റീസ്. അപ്പോൾ ഗുഡ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ആക്ഷനബിൾ ക്ലെയിം, ഗ്രോവിംഗ് ക്രോപ്സ്, ഗ്രാസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 2 കാര്യങ്ങളാണുള്ളത്, ഒന്ന് സെക്യൂരിറ്റീസും ഒന്ന് മണി. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാ എന്നുള്ളത് 2 പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് സെക്യൂരിറ്റീസ്, മറ്റൊന്ന് മണി. ബാക്കിയുള്ളതൊക്കെ ഗുഡ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതേപോലെ GST വരുന്ന ഒന്നാണ് സർവീസ് അല്ലെ. സർവീസ് മീൻസ് എനിത്തിങ് എക്സ്ക്ലൂഡിങ് ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. അപ്പൊ സർവീസിൽ ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നതെന്ന് പഠിച്ചാൽ മതി. ഒന്ന് ഗുഡ്സ്, ഒന്ന് മണി, സെക്യൂരിറ്റീസ്. ഈ 3 കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളതൊക്കെ എന്ത് തന്നെയാണ്? സർവീസസ് ആണ്. അപ്പൊ അതും കൂടെ അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. മറ്റു ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ ടാക്സ് ആണ് GSTയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഈ ഒരു നോട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ടാക്സസ് സബ്സ്യൂംഡ് ഇൻ GST. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ടാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് GSTയുടെ പരിധിയിലാണ്. അതിൽപ്പെട്ടതാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ GSTയുടെ പരിധിയിലാണുള്ളത് എന്ന് മനസ്സിലാക്കാം. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ടാക്സ് ആണ് ഇപ്പോൾ GSTയുടെ പരിധിയിലാണ്. അതിൽപ്പെട്ടതാണ് സെസ്. കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അതിൽ എക്സെപ്ഷണൽ കേസിലുള്ള ഒന്നാണ് എന്റർടൈൻമെന്റ് ടാക്സ്, എക്സെപ്റ്റ് ദോസ് ലെവിഡ് ബൈ ലോക്കൽ ബോഡീസ്. ലോക്കൽ ബോഡീസ് ചാർജ് ചെയ്യുന്ന ഈടാക്കുന്ന എന്റർടൈൻമെന്റ് ടാക്സ് ഒഴികെ ബാക്കിയെല്ലാം GSTയുടെ പരിധിയിലാണ്. Then tax on lottery, betting and gambling, entry tax and purchase tax, VAT or sales tax, luxury tax, taxes on advertisement തുടങ്ങിയവയൊക്കെ ഇപ്പോൾ GSTയുടെ പരിധിയിലാണ് വരുന്നത്. അതിന്റെ താഴെ നോട്ട് കൊടുത്തിട്ടുണ്ട്, the union government has retained the power to levy excise duties on tobacco and tobacco products manufactured in India. Resultantly, tobacco is subjected to GST as well as സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. അപ്പോൾ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ് GST ഉണ്ട്. അതിന്റെ പുറമെ സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ടൊബാക്കോ പ്രൊഡക്ട്സിന് എന്തുകൂടെ ഉണ്ട്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും കൂടെ ഉണ്ട് എന്ന് ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് GST? താഴെ പറയുന്നവയിൽ GSTയുടെ ഫീച്ചർ അല്ലാത്തത് ഏത്? അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് GST എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കറക്റ്റ് ആൻസർ ലെവിഡ് ഓൺലി ഓൺ മാനുഫാക്ചർ എന്നുള്ളതാണ്. ദ നെക്സ്റ്റ്,
Who shall be empowered to levy and collect GST on supplies in course of interstate trade or commerce? Interstate സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്മേലുള്ള GST കളക്ട് ചെയ്യുന്നതും ഈടാക്കുന്നതും ആരാണ്? അതിനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്റർസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട GST കളക്ട് ചെയ്യുന്നതും അതേപോലെ ഈടാക്കുന്നതും അധികാരമുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റിനാണ് അത് ചാർജ് ചെയ്യാനുള്ള അധികാരമുള്ളത്. Then what are the taxes levied on an interstate supply? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടാകുന്ന സമയത്ത് ഏത് ടൈപ്പ് ടാക്സ് ആണ് ചാർജ് ചെയ്യുന്നത്? IGST ആണ്, ഇന്റഗ്രേറ്റഡ് GST. ഇമ്പോർട്ടിനും അത് ഇന്റഗ്രേറ്റഡ് GST ആണുള്ളത്, അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. Next one, who will notify the rate of tax to be levied under CGST? CGST പ്രകാരം ലെവി ചെയ്യേണ്ട റേറ്റ്സ് ഓഫ് ടാക്സ് നോട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ദി GST കൗൺസിൽ. GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ആണ് നോട്ടിഫൈ ചെയ്യേണ്ടത്. The next, which of the following taxes will be levied on imports? ഇമ്പോർട്സിന് ലെവി ചെയ്യുന്ന ടാക്സ് ഏതാണ്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് IGST, ഇന്റഗ്രേറ്റഡ് GST ആണ്. ദെൻ ഇവിടെ തന്നെയാണ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടാകുന്ന സമയത്തും IGST ആണ് വരിക കേട്ടോ. ദെൻ ടാക്സ് ഹാസ് നോട്ട് ബീൻ സബ്സ്യൂംഡ് ഇൻ GST. താഴെ പറയുന്നവയിൽ GST ഉൾപ്പെടാത്ത ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്? എക്സൈസ് ഡ്യൂട്ടി ഓൺ ടബാക്കോ. അപ്പോൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും സർവീസ് ടാക്സും ഒക്കെ എന്തുണ്ട്? GSTയിലുണ്ട്. ടൊബാക്കോയുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിന്റെ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴും നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ടാക്സ് ഹാസ് ബീൻ സബ്സ്യൂംഡ് ഇൻ GST. താഴെ പറയുന്നവയിൽ GSTയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടാക്സ് ഏതാണ്? ഓപ്ഷൻ ബി, സർവീസ് ടാക്സ് ആണ് കറക്റ്റ് ആൻസർ. നേരത്തെ നോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതിൽപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ തന്നെയും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, അതേപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി, ടാക്സ് ഓൺ ഇലക്ട്രിസിറ്റി, ഇതൊന്നും GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ദ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സസ് ഹാവ് ബീൻ സബ്സ്യൂംഡ് ഇൻ GST? GSTയുടെ പരിധിയിൽ വരുന്നതാണ് ഇതൊക്കെ തന്നെ അല്ലെ. ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സെൻട്രൽ എക്സൈസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് സർവീസ് ടാക്സ്, വാറ്റ്, ഇതൊക്കെ GSTയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ നെക്സ്റ്റ്, GST is levied on supply of all goods and services except. താഴെ പറയുന്നവയിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും GSTയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നൊഴികെ. ഏതാണ്? ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ടൊബാക്കോ GSTയുടെ പരിധിയിലുണ്ട്, അതിന്റെ കൂട്ടത്തിൽ സെൻട്രൽ എക്സൈസും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ ലീഗൽ സർവീസ് ടാക്സിലാണ് അത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് GST ടാക്സസ് ഒന്ന് നോക്കാം. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന്റെ ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സ് കൊടുത്തിട്ടുണ്ട്, GST ടാക്സസ്. IGST എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് GST ആണ്. SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദെൻ CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. Then UGST or UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് കേട്ടോ. ഓക്കെ, എപ്പോഴാണ് അപ്ലിക്കബിൾ ട്രാൻസാക്ഷൻസ്? ഗുഡ്സ് ആൻഡ് സർവീസ് എപ്പോഴാണ് അപ്ലിക്കബിൾ ട്രാൻസാക്ഷൻ? ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്? IGST എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുന്നത്? ഇന്റർസ്റ്റേറ്റ് സപ്ലൈയുടെ സമയത്താണ്. ഇന്റർസ്റ്റേറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 states or 1 states and 1 union territory. ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്, 2 സ്റ്റേറ്റുകൾ തമ്മിൽ, ഇപ്പോൾ കേരളം തമിഴ്നാട് തമ്മിൽ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ 1 സ്റ്റേറ്റ്സ് ആൻഡ് 1 യൂണിയൻ ടെറിട്ടറി, ഒരു സ്റ്റേറ്റും മറ്റൊരു യൂണിയൻ ടെറിട്ടറി. ഇപ്പോൾ കേരളവും അതേപോലെ ലക്ഷദ്വീപും ആണ് എന്നുണ്ടെങ്കിൽ അത് IGSTയുടെ പരിധിയിലാണ് വരിക. ദെൻ അതേപോലെ ഇമ്പോർട്ട്സിനും ഏത് പരിധിയിലാണ്? IGSTയുടെ പരിധിയിലാണ് ഇത് വരിക. Then IGST collected by central government. Central government ആണ് IGST കളക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. കമ്പൈൻഡ് ലെവി ആണ്.
കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു. കമ്പൈൻഡ് ലെവിയാണ് എന്ന് വെച്ചാൽ ഷെയർഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. ഈ IGST ആണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഷെയർ ആയിട്ട് എടുക്കുന്നത്, ടാക്സ് റവന്യൂ ഷെയറിംഗ്. ഓക്കെ. ദെൻ ബെനിഫിഷ്യറിംഗ് അതോറിറ്റി, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഇതാണ് IGSTയുമായി ബന്ധപ്പെട്ട്. ദെൻ SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അത് എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുന്നത്? ഇൻട്രാ സ്റ്റേറ്റ് ആണ്, വിത്തിൻ വൺ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ. ഇപ്പോൾ കേരളത്തിനകത്ത് മാത്രമാണ് സപ്ലൈ നടക്കുന്നത് എങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ബെനിഫിറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. ദെൻ CGST ഇൻട്രാ സ്റ്റേറ്റ് തന്നെയാണ്, വിത്തിൻ വൺ സ്റ്റേറ്റ്. കളക്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദെൻ ബെനിഫിറ്റിംഗ് അതോറിറ്റി ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന UTGST, അത് അപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണ്? ഇൻട്രാ സ്റ്റേറ്റ് ആണ്, വിത്തിൻ വൺ യൂണിയൻ ടെറിട്ടറി. ദെൻ കളക്ട് ചെയ്യുന്നത് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് ആണ്. അതിന്റെ ബെനിഫിറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു ഡിഫറൻഷിയേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ്, IGSTയുടെ കാര്യം. അത് ഇന്റർ സ്റ്റേറ്റ് ആണ് എന്നുകൂടെ മനസ്സിലാക്കുക. ബാക്കിയുള്ളത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ദെൻ ഇമ്പോർട്ടും ഉണ്ട്, അതും കൂട്ടത്തിൽ മനസ്സിലാക്കുക. അത് ഷെയർ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഈ ടാക്സ് റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും SGSTയും CGSTയും ഒക്കെ സപ്ലൈസ് വിത്തിൻ സ്റ്റേറ്റ് ആണ്. ഇത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇമ്പോർട്ട് ആണ് IGST എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ടാക്സസ് ലെവിഡ് ഓൺ ആൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഏതാണ് വരിക? CGST ആൻഡ് SGST. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ ലെവി ചെയ്യുന്ന ടാക്സ് അപ്ലിക്കബിൾ ആവുന്നത് ഏതാണ്? CGST ആൻഡ് SGST ആണ്. ഓക്കെ. IGST ഇമ്പോർട്ട് ആൻഡ് ഇന്റർ സ്റ്റേറ്റ് ആണ് വരുന്നത്. ദെൻ ഡാഷ് സപ്ലൈ ഷാൽ അട്രാക്ട് IGST. ഏതായിരിക്കും വരിക? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ വരുന്ന സമയത്താണ് IGST വരുന്നത്. Then which of the following taxes will be levied on imports? Importsന് ഏതാണ്? IGST ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ IGST വരുന്നത് ഏതൊക്കെ തന്നെയാണ്? ഇമ്പോർട്ട്സിനും ഇന്റർ സ്റ്റേറ്റും ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നോട്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് വൺ, GST on petroleum crude, high speed diesel, motor spirit, commonly known as petrol, natural gas and aviation turbine fuel. ഈ കാര്യങ്ങളൊക്കെ GSTയുടെ പരിധിയിൽ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് സൂട്ടബിൾ ആൻസർ ആണ് നമ്മൾ എടുക്കേണ്ടത്. A is not levied at all. B is levied but exempt. C will be levied from a date to be notified on the recommendations of the GST Council. D will be levied from 1st April 2022. ഏതായിരിക്കും ആൻസർ വരിക? C ആണ് അല്ലേ വരിക. Will be levied from a date to be notified on the recommendations of the GST Council. GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിൽ എന്നാണോ ഈ കാര്യങ്ങളിലൊക്കെ GST ഉൾപ്പെടുത്തേണ്ടത്, GSTയുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യം GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ഏത് ഡേറ്റിനാണ് വേണം എന്നുള്ളത്. ഓക്കെ. ദ നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് GST നെറ്റ്വർക്ക് ഇൻക്ലൂഡ്. GST നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം, GST നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഫങ്ഷൻസ്, GST നെറ്റ്വർക്കിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇവിടെ എബോവ് ഓൾ ഫെസിലിറ്റേറ്റിംഗ് രജിസ്ട്രേഷൻ, കമ്പ്യൂട്ടേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് IGST, മാച്ചിങ് ടാക്സ് പേയ്മെന്റ് ഡീറ്റെയിൽസ് വിത്ത് ബാങ്കിങ് നെറ്റ്വർക്ക് തുടങ്ങിയവയൊക്കെ തന്നെയും GST നെറ്റ്വർക്കിന്റെ ഫങ്ഷൻ ആണ്. ദ നെക്സ്റ്റ്, സർവീസസ് ഓഫ് GST നെറ്റ്വർക്ക് ഇൻക്ലൂഡ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. GST നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു സർവീസ് ആണ് ഇത്. ഇതിൽ പെടാത്തതാണ് ഫിക്സിംഗ് ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ ഫോർ എക്സംഷൻ, ഇൻവോയ്സിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നൺ ഓഫ് ദി എബോ. ഇതൊന്നും എല്ലാം റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോസസ്സിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് ആണ് GST നെറ്റ്വർക്കിന്റെ. അപ്പൊ GST നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് കൃത്യമായ രീതിയിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണും. Next one, chairperson of the GST Council is.
GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. GST കൗൺസിലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഫാക്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണും. GST കൗൺസിലുമായി ബന്ധപ്പെട്ട് അതിന്റെ കോറം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. Then next, GST council can make recommendations on. GST council എടുക്കുന്ന recommendations ഏതാണ് ഇവിടെ വരിക? Above all, എല്ലാം അതിൽപ്പെട്ടതാണ് അല്ലേ? Goods and services to be exempted from GST, taxes, surcharges to be subsumed, fixation of GST rate തുടങ്ങിയവയൊക്കെ GST council എടുക്കുന്ന recommendations ആണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ചെയ്തിട്ടുള്ളത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് നൽകാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു ആൾ.